Dear children, in Indian financial system, we are going through the chapter merchant banking. We already discussed about what is merchant banking, what are the main functions of merchant banker, what are the duties and responsibilities of merchant banker, etc. In the last class, we discussed about duties and responsibilities. അത് മർച്ചൻറ്റ് ബാങ്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മർച്ചൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അത് നോക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്ന് അതുപോലെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ദ സർവീസസ് ഓഫ് മർച്ചൻറ്റ് ബാങ്ക്സ്. മർച്ചൻറ്റ് ബാങ്ക്സിൻ്റെ പ്രധാനപ്പെട്ട സർവീസസ് എന്തൊക്കെയാണ് എന്നുള്ളത്. വാട്ട് ആർ ദ സർവീസസ് ഓഫ് മർച്ചൻറ്റ് ബാങ്ക്സ്? മെർച്ചൻറ്റ് ബാങ്ക്സിനെ സംബന്ധിച്ചിടത്തോളം മെർച്ചൻറ്റ് ബാങ്കുകൾ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. എ മെർച്ചൻറ്റ് ബാങ്കർ ക്യാൻ പ്ലേ എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു മൊബിലൈസ് ദ സേവിങ്സ്. ഇന്ത്യൻ എക്കോണമിയിൽ സേവിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ മൊബിലൈസ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് തന്നെയാണ് മെർച്ചൻറ്റ് ബാങ്കേഴ്സ് ചെയ്യുന്നത്. മെർച്ചൻറ്റ് ബാങ്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുകയാണെങ്കിൽ മെർച്ചൻറ്റ് ബാങ്കിങ്ങിന് ഡ്യുവൽ റോളാണെന്ന് പറയാം. എ മെർച്ചൻറ്റ് ബാങ്കർ ഹാസ് ഡ്യുവൽ റോൾ ഇൻ ഇന്ത്യൻ എക്കോണമി. ഇറ്റ് പ്രൊവൈഡ്സ് അഡ്വൈസറി സർവീസസ് ടു കോർപ്പറേറ്റ് എൻ്റർപ്രൈസ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റോൾ. മെർച്ചൻറ്റ് ബാങ്കുകൾ കോർപ്പറേറ്റ് എൻ്റർപ്രൈസസിന് അഡ്വൈസറി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദേ ആർ പ്രൊവൈഡിങ് വേരിയസ് കൈൻഡ്സ് ഓഫ് അഡ്വൈസ് ടു എൻ്റർപ്രൈസസ്. കമ്പനികൾക്ക് പലതരത്തിലുള്ള അഡ്വൈസസ് നൽകുന്നുണ്ട്. At the same time, they are also providing advisory services to investors. ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റേഴ്സിന് ഇൻസെൻറ്റീവ്സിൻ്റെ കാര്യങ്ങളിലൂടെ ആയിരിക്കും അഡ്വൈസറി സർവീസസ് കൊടുക്കുന്നത്. ഇൻസെൻറ്റീവ്സുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങളിൽ അഡ്വൈസറി സർവീസസ് ഇൻവെസ്റ്റേഴ്സിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെർച്ചൻറ്റ് ബാങ്കിങ്ങിൻ്റെ സർവീസസിൽ മെർച്ചൻറ്റ് ബാങ്കർ ഡ്യുവൽ റോളാണ് ചെയ്യുന്നത്. ഒന്ന് അഡ്വൈസറി സർവീസസ് ടു ബിസിനസ് ഓർ കോർപ്പറേറ്റ് എൻ്റർപ്രൈസസ് ആൻഡ് അഡ്വൈസറി സർവീസസ് ടു ഇൻവെസ്റ്റേഴ്സ്. ഈ രണ്ട് പാർട്ടീസിനും അഡ്വൈസറി സർവീസസ് മർച്ചൻറ്റ് ബാങ്കുകൾ നൽകുന്നുണ്ട്. ദ സർവീസസ് ഓഫ് മർച്ചൻറ്റ് ബാങ്ക്സ് വി ക്യാൻ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് ഡിഫറെൻറ്റ് കാറ്റഗറീസ്. പല തരത്തിലുണ്ട്. അതായത് ഒരുപാട് സർവീസസ് മർച്ചൻറ്റ് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് സർവീസസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 4 സർവീസസ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ദ ബേസിക് സർവീസ് ഗിവൺ ബൈ മെർച്ചൻറ്റ് ബാങ്ക് ഈസ് കോർപ്പറേറ്റ് കൗൺസിലിംഗ്. ദാറ്റ് ഈസ് ദ ബേസിക് അഡ്വൈസ്. കോർപ്പറേറ്റ് കൗൺസിലിംഗ്. Corporate counseling denotes the advice given by merchant banker to investors. ഈ അഡ്വൈസ് കൊടുക്കുന്നത് ആർക്കായിരിക്കും? ഇൻവെസ്റ്റേഴ്സിനാണ് കൊടുക്കുന്നത്. മെർച്ചൻറ്റ് ബാങ്കേഴ്സ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന അഡ്വൈസാണ് കോർപ്പറേറ്റ് കൗൺസിലിംഗ്. എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുക? ഇറ്റ് ഈസ് എൻ ഇമേജ് ബിൽഡിംഗ്. അതായത് കമ്പനികളെ കുറിച്ചുള്ള ഒരു ഇമേജ് ഇൻവെസ്റ്റേഴ്സിൽ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കോർപ്പറേറ്റ് കൗൺസിലിങ്ങിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. ദേ ആർ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ്. കമ്പനികളുടെ സെക്യൂരിറ്റീസിൻ്റെ മാർക്കറ്റ് വാല്യൂ തുടങ്ങിയ കാര്യങ്ങളിൽ ഇൻവെസ്റ്റേഴ്സിന് അഡ്വൈസ് ചെയ്യുന്നതിനെയാണ് കോർപ്പറേറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ കൗൺസിലിംഗ് ഡിനോട്ട്സ് അഡ്വൈസ് ഗിവൺ ബൈ മെർച്ചൻറ്റ് ബാങ്കർ ടു ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് എൻ ഇമേജ് ബിൽഡിംഗ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിൽ കമ്പനികളുടെ ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നതാണ് കോർപ്പറേറ്റ് കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Category of service is project counseling. Project counseling is a part of corporate counseling and relates to the project finance. ഈ ടൈപ്പ് ഓഫ് സർവീസ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് മെർച്ചൻറ്റ് ബാങ്കർ കമ്പനികൾക്ക് നൽകുന്ന അഡ്വൈസാണ്. കമ്പനികൾക്ക് എന്ത് തരത്തിലുള്ള അഡ്വൈസ് അല്ലെങ്കിൽ സർവീസാണ് കൊടുക്കുക? ദേ ആർ പ്രൊവൈഡിങ് അഡ്വൈസ് റിഗാർഡിംഗ് ദ പ്രൊജക്റ്റ് ഫിനാൻസ്. കമ്പനികൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടാൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എങ്ങനെ നേടിയെടുക്കാം, അതെങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള അഡ്വൈസറി സർവീസസ് ആണ് പ്രൊജക്റ്റ് കൗൺസിലിങ്ങിലൂടെ കൊടുക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പ്രൊജക്റ്റ് റിപ്പോർട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് സ്ട്രക്ചർ പ്ലാൻ ചെയ്യുന്നത്,
തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കും പ്രൊജക്റ്റ് കൗൺസിലിംഗ് മർച്ചന്റ് ബാങ്കർ കമ്പനിക്ക് നൽകുന്നത്. So, project counseling is an advisory service given by merchant banker to the company, including how to prepare a project report and deciding the pattern of cost, etc. ഇവിടെ എന്തിനായിരിക്കും പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കമ്പനികൾ? പ്രൊജക്റ്റ് ഫോർ ദ പ്രോജക്റ്റിന് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടണമെങ്കിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് നിർബന്ധമായിട്ടും ഒരു കമ്പനി പ്രിപ്പയർ ചെയ്യണം. അതേപോലെ കമ്പനിക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലഭിക്കണമെങ്കിലും അതിൻ്റെ പ്രൊജക്റ്റ് റിപ്പോർട്ട് നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതേപോലെ കമ്പനിയുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റബിലിറ്റി ഉണ്ടാവണമെങ്കിലും കമ്പനിക്ക് നിർബന്ധമായിട്ടും പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. സോ the project reports are prepared mainly to attain government approval of the project, getting financial assistance and ensuring the market for product. The third service given by merchant banker is credit syndication. What is credit syndication? എന്തായിരിക്കും ഈ ക്രെഡിറ്റ് സിൻഡിക്കേഷൻ എന്ന് പറയുന്നത്? നമ്മൾ പ്രോജക്റ്റിനെ കുറിച്ച് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിൻ്റെ സോഴ്സസ് ഓഫ് ഫണ്ട് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യലാണ്. സോ ക്രെഡിറ്റ് സിൻഡിക്കേഷൻ റെഫേഴ്സ് ടു ഒബ്റ്റൈനിങ് ഓഫ് ലോൺസ് ഫ്രം വാരിയസ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസസ് അതിൻ്റെ സോഴ്സ് ഓഫ് ഫണ്ട് കണ്ടുപിടിക്കുന്നത് ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നായിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ലോൺസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, അതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് സിൻഡിക്കേഷൻ എന്ന് പറയുന്നത്. സോ മർച്ചന്റ് ബാങ്കേഴ്സ് ഹെൽപ്പ് കോർപ്പറേറ്റ് ക്ലയൻറ്റ്സ് ടു ഐഡൻറ്റിഫൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏതൊക്കെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഏതൊക്കെ രീതിയിലുള്ള ലോൺസ് ആണ് ഒരു കമ്പനിക്ക് അവൈലബിൾ ആകുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ മർച്ചന്റ് ബാങ്കുകളാണ് ഇൻവെസ്റ്റേഴ്സിന് കമ്പനികൾക്ക് നൽകുന്നത്. അപ്പോൾ കമ്പനികൾക്ക് അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അഡ്വൈസ്, അതായത് സോഴ്സസ് ഓഫ് ഫണ്ടിനെ കുറിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസ് നൽകുന്നതിനെയാണ് ക്രെഡിറ്റ് സിൻഡിക്കേഷൻ എന്ന സർവീസായിട്ട് ഇവിടെ പറയുന്നത്. ദ ഫോർത്ത് സർവീസ് ഇസ് സ്റ്റോക്ക് ബ്രോക്കിംഗ്. സ്റ്റോക്ക് ബ്രോക്കിംഗ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറയുന്നത് മർച്ചന്റ് ബാങ്കേഴ്സ് നൽകുന്ന വൺ ഓഫ് ദ ഫങ്ഷൻസ് ആണ് സ്റ്റോക്ക് ബ്രോക്കിംഗ്. എന്താണ് സ്റ്റോക്ക് ബ്രോക്കിംഗ്? മെർച്ചന്റ് ബാങ്കേഴ്സ് ആക്ട് ആസ് ബ്രോക്കേഴ്സ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ മെർച്ചന്റ് ബാങ്കേഴ്സ് ഇൻ്റർമീഡിയറീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മെർച്ചന്റ് ബാങ്കിന് ഡ്യുവൽ ഫങ്ഷൻസ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു അല്ലേ. ഇൻവെസ്റ്റേഴ്സിനും അഡ്വൈസ് കൊടുക്കുന്നുണ്ട്, അതേപോലെ എൻ്റർപ്രൈസസിന് കമ്പനീസിനും അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. സോ ദേ ആക്ട് ആസ് ഇൻ്റർമീഡിയറീസ് ഇൻ ബിറ്റ്വീൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് കോർപ്പറേറ്റ് അണ്ടർടേക്കിങ്സ്. രണ്ട് പാർട്ടീസിൻ്റെ ഇടയിലും മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മെർച്ചന്റ് ബാങ്കിന് സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറയുന്ന ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സർവീസസ് ഓഫ് മെർച്ചന്റ് ബാങ്ക്സ് ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട 4 സർവീസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും പോയിന്റ്സ് ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് നമ്മൾ മെർച്ചന്റ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട സർവീസസ് ആയിട്ടുള്ള പ്രൊജക്റ്റ് കൗൺസിലിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ക്രെഡിറ്റ് സിൻഡിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബ്രോക്കിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ കോർപ്പറേറ്റ് കൗൺസിലിംഗ്. ഈ 4 പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.